നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? ഒന്നുമില്ല. ഓരോരോ ദേഷ്യം കെട്ടൽ. ഞാൻ എപ്പോഴെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ സ്വയം ഓരോന്ന് ചിന്തിച്ചു കൂട്ടി മനക്കോട്ട കിട്ടിയത്. അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ സ്വയം ഓരോന്ന് ചിന്തിച്ചു കൂട്ടി മനക്കോട്ട കിട്ടിയത്. മോളെന്തേ വിഷമിച്ചിരിക്കുന്നേ? ഏയ്, ഞാൻ ഗിരിയെ പറ്റി ആലോചിച്ചിരുന്നു പോയതാ. ഗിരിയെ പറ്റി വെറുതെ ആലോചിച്ചിരുന്ന പോരാ, എന്തെങ്കിലും ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഗിരിക്കും മഞ്ജുവിനും നല്ല പൊരുത്തമുണ്ട്. ആഭരണങ്ങൾ തിരിച്ചു തന്ന വിഷയത്തിൽ തന്നെ കണ്ടില്ലേ? മഞ്ജു എടുത്ത അതേ നിലപാടാണ് ഗിരിയും എടുത്തത്. രണ്ടുപേർക്ക് ഒടുക്കത്തെ സത്യസന്ധതയുണ്ട്. അവരുടെ കുടുംബങ്ങൾ തമ്മിൽ പകയുണ്ടായിരുന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവരെ പോലെ പരസ്പരം മനസ്സിലാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഈ നാട്ടിൽ വേറെ ഉണ്ടാവില്ല. ചാച്ചു എന്താ അവരുടെ ഭാഗം സംസാരിക്കാണോ? ഞാനും ഗിരിയും തമ്മിൽ ചേർച്ചയില്ലേ? അതല്ല മോളെ, മഞ്ജുവും ഗിരിയും ഏകദേശം ഒരേ ചുറ്റുപാടിൽ വളർന്നവരാണ്. അതുകൊണ്ട് പലയിടത്തും അവര് ചിന്തിക്കുന്നത് ഒരുപോലെയാവും. അവര് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയ അപകടമാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതെ നോക്കേണ്ടതാണ് നമ്മുടെ ലക്ഷ്യം. ഗോപാലേട്ടൻ ഡൽഹിക്ക് പോയി. അവിടെ ചില മന്ത്രിമാരുമായി എന്തൊക്കെയോ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുമ്പോഴേക്കും 1 മാസമെങ്കിലും എടുക്കും. ഈ 1 മാസം നിന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല. നിനക്ക് ഫുൾ സപ്പോർട്ടായി ഞാനുണ്ട്. മഞ്ജുവിനെ തകർക്കാനായി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാനാ ചാച്ചുന്റെ പ്ലാൻ? ഗിരിയും മഞ്ജുവും തമ്മിലുള്ള ബന്ധം തകർക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആകെയുള്ള ആയുധം അവരുടെ കുടുംബങ്ങളാണ്. ഗിരിക്കും മഞ്ജുവിനും സ്വന്തം കുടുംബത്തോട് നല്ല സ്നേഹമുണ്ട്. അതുപയോഗിച്ച് വേണം നമ്മൾ കളിക്കാൻ. ഗിരിയുടെ അച്ഛനെ കൊന്ന വർഗത്തിൽപ്പെട്ട ഒരുത്തിയാണ് മഞ്ജു എന്ന് നമ്മൾ അവനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. അപ്പോ അവളോടുള്ള ദേഷ്യം അവന്റെ മനസ്സിൽ ആളിക്കത്തും. ആ തീ കെടാറാവുമ്പോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, വീണ്ടും കത്തും. ഗിരിക്ക് മഞ്ജുവിനെ കൊല്ലാനുള്ള ദേഷ്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവർ ഗിരിയുടെ വീട്ടുകാരെയാണ്. ആ ഭാനുമതി മോളും കാശിന് നല്ല ആർത്തിയുള്ള കൂട്ടത്തിലാണ്. മഞ്ജുവിന് പകരം നീ ആ വീട്ടിലെ മരുമകളാവേണ്ടതായിരുന്നു എന്ന് അവർക്കൊരു തോന്നലുണ്ടാവണം. ആ നഷ്ടബോധം കാരണം അവർക്ക് വന്ന സൗഭാഗ്യങ്ങളെല്ലാം തട്ടിക്കളഞ്ഞു വന്ന ഒരുത്തിയായി മഞ്ജുവിനെ അവര് കാണും. അങ്ങനെ സംഭവിച്ച മഞ്ജുവിനെ ഒറ്റപ്പെടുത്താൻ വലിയ പാടൊന്നുണ്ടാവില്ല. അല്ലെങ്കിലേ ഗിരിയുടെ അനിയത്തെ ഞാൻ കാശും ഗിഫ്റ്റും ഒക്കെ കൊടുത്ത് സുഖിപ്പിച്ചു നിർത്തിയിരിക്കാം. ഞാൻ പറഞ്ഞ അവൾ എന്തും ചെയ്യും. മിടുക്കി. അവള് വഴി മഞ്ജുവിനെ ആ വീട്ടിലിട്ട് നരകിപ്പിക്കണം. അതിനു വേണ്ട എന്ത് സഹായവും
നീ ചെയ്തു കൊടുക്കണം. ഗിരി മഞ്ജുവിനെ വേണ്ടെന്ന് വെച്ചാ നീ സ്വീകരിക്കുമെന്ന് അവരോട് വ്യക്തമായി പറയണം. അപ്പൊ അവർക്ക് മഞ്ജുവിനെ പുറത്താക്കാനുള്ള ആവേശം കൂടും. ഒരു തരത്തിലും ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ മഞ്ജു തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളും. സ്വപ്നയെ മാത്രമല്ല, ആ കാര്യത്തിന് ഭാനുമതി അമ്മയും ഞാൻ കൂട്ടുപിടിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നീ അവരുമായി നടത്തുന്ന ഒരു നീക്കവും ഗിരി അറിയരുത്. അങ്ങനെ സംഭവിച്ചാ അവൻ നിന്നെ വെറുക്കും. ആ വാശയ്ക്ക് മഞ്ജുവിനോട് കൂടുതൽ അടുക്കും. വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അമ്മയോടാ ഹേ പേടിക്കണ്ട, ആ. ഷൂട്ടിങ്ങിന് പോയിരിക്കുക. അല്ല, നീ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? ഏയ് ഓരോന്ന് ആലോചിച്ച് മൂട് പോയി. എന്തു പറ്റി? മഞ്ജു കാരണം നാണം കിടേണ്ടി വന്നു. മഞ്ജു കാരണോ? എന്താ പ്രശ്നം? ഇന്നലെ ആ ചന്ദ്രൻ തെങ്ങ് കയറാൻ വന്നിട്ടുണ്ടായിരുന്നു. കൃത്യം ആ സമയത്ത് തന്നെ അവക്ക് യൂണിഫോം ഉണക്കാനിടണം. ആ ചന്ദ്രൻ അത് കണ്ടിട്ട് എന്നെ നോക്കിയൊരു ഓഞ്ഞ ചിരി. അപ്പൊ വീട്ടിൽ അമ്മയെ സ്വപ്നം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ അവനെ അടിച്ച് കിണറ്റിയിട്ടേനെ. എടാ, ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ പോരെ? അയ്യോ, നിനക്കിത് തമാശയായിരിക്കും. കസ്റ്റഡി മരണം നടന്നൊരു വീട്ടിന്റെ അയ്യയില് പോലീസ് യൂണിഫോം ഇട്ട് കാണുന്നത് ആ വീട്ടുകാർക്ക് അത്ര തമാശയായിരിക്കില്ല. എടാ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ ദേഷ്യം നീ മഞ്ജുവിനോട് തീർക്കരുത്. നീ അവളോട് ദേഷ്യപ്പെട്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മ കണക്കിന് പറഞ്ഞു. ജോലി രാജിവെച്ചില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ലെന്നൊക്കെ പറഞ്ഞു. ശ്ശേ, അതെന്ത് വർത്തമാനാ? എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഞാനെന്ത് പറയാനാ? എനിക്ക് പോലീസ് ജോലി ഇഷ്ടമല്ല എന്ന് കരുതി മഞ്ജുവിനോട് രാജിവെക്കാൻ പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ലാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അതെന്തായാലും നന്നായി. എന്ത് നന്നായെന്ന്? എടാ, ഇത് കാരണം വീട്ടിലെ സമാധാനം അങ്ങ് പോയി. വന്ന് വീട്ടിലേക്ക് പോവാൻ പോലും തോന്നുന്നില്ല. എല്ലാത്തിനും കാരണം അവളുടെ നശിച്ച ജോലിയാ. സ്ത്രീകൾ ജോലിക്കൊന്നും തെറ്റാണോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? അവള് സ്വന്തം കാലിൽ നിൽക്കുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിന് ഈ ജോലി തന്നെ ചെയ്യണോ? അവള് വേറെന്ത് ചെയ്യാനാടാ? പാട്ടുകാരി ആയിക്കൂടെ? അവള് മ്യൂസിക്കിലല്ലേ ഡിഗ്രി അല്ല, എടുത്തിരിക്കുന്നത്. അതിന് ഡിഗ്രി എടുത്തു വെച്ച് എന്താ കാര്യം? കഴിവ് വേണ്ടേ? എടാ, മഞ്ജുവിന് നല്ല കഴിവുണ്ട്. അസലായിട്ട് പാട്ടും പാടും. അതിന് അവള് പാടുന്ന നീ കേട്ടിട്ടുണ്ടോ? അവക്ക് സ്റ്റേജിൽ കയറാൻ പോലും പേടിയാ. എടാ, അതൊക്കെ പുഴയിൽ വീണതിന് ശേഷം അവൾക്കുണ്ടായ പേടിയാ. അതിനു മുമ്പ് അവള് സ്റ്റേജിൽ കയറി പാടിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ 2-3 വട്ടം കലാതിലകമായിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക്കിൽ സ്ഥിരം ഫസ്റ്റ് ഇവളായിരുന്നു. നിനക്കെന്താ ഓർമ്മയില്ലേ? എനിക്കത്ര ഓർമ്മയില്ല. അല്ല, ഏത് പാട്ട് അവള് പാടിയത്? രാധിക ഘനശ്യാമവർണ്ണന്റെ കൊച്ചു കള്ള. നിനക്ക് പണ്ടേ അവളെ ഇഷ്ടമായിരുന്നല്ലേ? ഒരുമാതിരി വൃത്തികേട് പറയരുത്. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് അവള് പാടിയ പാട്ട് ഇത്ര കൃത്യമായിട്ട് എനിക്ക് എങ്ങനെ ഓർമ്മ വന്ന്? അവളെ അല്ല, പിന്നെ അവളുടെ പാട്ടിനെ ഞാൻ ഓർത്തെടുത്തു. ദാസേട്ടൻ പണ്ട് പാടിയ പാട്ടുകളൊക്കെ നമുക്കിപ്പോഴും ഓർമ്മയില്ലേ? എന്ന് കരുതി നമുക്ക് ദാസേട്ടനോട് പ്രേമുണ്ടെന്നാണോ? അവന്റെ ഒരു സംസാരം. എടാ മോനെ, നീ അങ്ങനെ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. അല്ല, ഇനി അവളെ കെട്ടാൻ വേണ്ടി നകുലനും സഞ്ജയായിട്ടുള്ള കല്യാണം നീ മനപ്പുറം മുടക്കിയതാണോ? മുകുന്ദ, എന്നെ കുറിച്ച് ഇങ്ങനത്തെ പച്ചക്കള്ളം പറയാൻ നിനക്ക് എങ്ങനെയാടാ തോന്നുന്നേ? അവളോടും അവളുടെ കുടുംബത്തോടും എനിക്കുള്ള ശത്രുത നിനക്ക് നന്നായിട്ട് അറിയുന്നല്ലേ? എല്ലാ വലിയ പ്രണയങ്ങളും ശത്രുത എന്നാ തുടങ്ങുന്നത്. റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു ഒക്കെ ഇതേ പ്രശ്നങ്ങളല്ലേ നേരിട്ടത്? അതുപോലെ വലിയൊരു പ്രണയകഥ തന്നെയായിരിക്കും നിന്റെ മഞ്ജുന്റെ.